ശ്രീ ശക്തി രൂപേണ ആദിപരാശക്തി ക്ഷേത്രം. ചങ്ങമ്പുഴ പാർക്കാണ് കേട്ടോ ഇത്. പണ്ടത്തെ പോലെയല്ല, ഒത്തിരി മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓപ്പൺ ജിം ഒക്കെ ഇവിടെ ഉണ്ട്. ശംഖു, നിനക്ക് ഈ ചങ്ങമ്പുഴ പാർക്കാണോ അതോ പണ്ടത്തെ ചങ്ങമ്പുഴ പാർക്കാണോ ഇഷ്ടം? ഇത് ക്ലിപ്പ് ചാലഞ്ചിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു, അമ്മേനെ കണ്ടില്ലല്ലോ എന്ന്. അതിനകത്ത് പറയുന്ന ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട് അമ്മയുണ്ടെന്നൊക്കെ, അമ്മയുണ്ട് അച്ഛനുണ്ട് കളിക്കാൻ എന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഒന്നും കണ്ടില്ലല്ലോ. അതെന്താണോ? ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ അമ്മ ഫ്രണ്ടിൽ വരത്തില്ല. ഇപ്പം ഞാൻ അമ്മേനെ ഫ്രണ്ടിൽ വരുത്തിയിട്ടുണ്ട്. അമ്മ അറിഞ്ഞിട്ടില്ല ക്യാമറയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നതെന്നുള്ളത്. ഇത് നേവിയുടെ വിമാനമാണ്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഒറിജിനൽ വിമാനമാണിത്. എടാ ശങ്കുദേ, നിന്റെ ഫ്രണ്ടല്ലേടാ നിൽക്കുന്നത്? ഫ്രണ്ടിൻ്റെ പേരെന്താ? നിൻ്റെ കൂടെ എത്രാം ക്ലാസ്സിൽ പഠിച്ച? 2ാം ക്ലാസ്. ഇപ്പോൾ ഏതാണാണ്? 3A-യിലാണ്. കൊതുക്. നമ്മളിപ്പോ എവിടെയാ? എറണാകുളം ജെട്ടിയിലേക്ക് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗ് ലെഫ്റ്റ് സൈഡിൽ പോകുന്നത്. അവിടെ എന്തിനാ പോകുന്നത്? എന്റെ ഫ്രണ്ടിൽ നിന്ന് ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് നമ്മൾ അങ്ങോട്ട് പോയില്ലായിരുന്നു. ഇപ്പൊ നേരെയാ പോകുന്നത്. അപ്പൊ ഇപ്പൊ എടുക്കാൻ പറ്റും. അന്നത്തെ ഒന്നും ഇട്ടില്ല, എടുത്തിട്ട് ഇവിടെ പോയില്ലേ അല്ല സയൻസ് പാർക്കിൽ. നമ്മൾ സയൻസ് പാർക്കിൽ പോയ ഒരു റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോറി, അല്ല, ഇവിടുന്ന് റൈറ്റിലേക്ക് പോയ സയൻസ് പാർക്കിലേക്ക് നമ്മൾ എത്തും. പക്ഷെ ഇത്തവണ നമ്മൾ സയൻസ് പാർക്കിലല്ല പോകുന്നത്, അല്ലേ? സസ്പെൻസ് ആണ്. സസ്പെൻസ് പറയാതെ സസ്പെൻസ് ആണ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത്. ഒരു ക്ലൂ തരാം. ഒന്ന് പണിതുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലത്തിലേക്കാണ് നമ്മൾ ഒരു, അല്ലേ? ഒന്ന് നമ്മൾ അങ്ങോട്ട് പോകും, മറ്റേത് വേറൊരു അമ്പലത്തിലേക്ക്. ലെഫ്റ്റ് സൈഡിലെ കണ്ടെയ്നർ റോഡ്. ഓ, നമ്മൾ കണ്ടെയ്നർ റോഡിൽ കൂടെയാണ് അല്ല പോകുന്നതല്ല, അല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് കണ്ടെയ്നർ റോഡ്. കാണുന്നതാണ് കണ്ടെയ്നർ റോഡ്. നമ്മള് ഹൈവേയിലൂടെ കടന്നു പോകുകയാണ്. അതെ, അയ്യോ വലിയ മതില, ചിലപ്പോ കാണാൻ പറ്റും.
കണ്ടെയ്നർ റോഡ്. ഈ കണ്ടെയ്നർ റോഡിലേക്കല്ല നമ്മൾ പോയത്. നമ്മൾ പോകുന്നത് എലിവേറ്റഡ് ഹൈവേയിലൂടെയാണ്. ശംഖുക്കുട്ടൻ എന്താ ഉറങ്ങി അല്ലേ? ശംഖു ഉറങ്ങിയോ? അതെ, അമ്മയും വന്നു, ശംഖു വന്നു, ഞാനും ഞങ്ങളെല്ലാരും കൂടെ യാത്രക്ക് പോവുകയാണല്ലേ. ഇന്ന് മഴക്കാറില്ല. നമ്മള് കഴിഞ്ഞ 2 ദിവസം ഇവിടെ നല്ല ഇടിച്ചു കുത്തിയുള്ള മഴ, മിന്നലും ഇടിയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോ വലിയ ഇല്ലേ, മഴക്കാറുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല. ആ കാറുണ്ട്. നമ്മളിപ്പോൾ കമ്പനിപ്പടി എത്തി. ഇവിടുന്ന് ഇനി ഒരു 2-3 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇനി നമ്മൾ ആലുവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലുവയിലുള്ള ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2003 ഫ്ലഡിലൊക്കെ ഇവിടെ മുഴുവൻ നിറഞ്ഞു വെള്ളമായിരുന്നു. ഒരു നില കംപ്ലീറ്റ് മുങ്ങിയായിരുന്നല്ലേ? നമ്മൾ റെഡ് മെട്രോ കണ്ടു, ബ്ലൂ മെട്രോ കണ്ടു അല്ലേ? കഴിഞ്ഞ വീഡിയോയില് റെഡ് മെട്രോ കണ്ടു, വരുന്ന വഴി ബ്ലൂ കണ്ടു. ഇപ്പൊ ഗ്രീൻ കളറിലെ മെട്രോ സ്റ്റേഷൻ. നിങ്ങൾ കമന്റ് ചെയ്യുക ഏത് കളർ മെട്രോ സ്റ്റേഷൻ ഇഷ്ടപ്പെട്ടു. ഹലോ അച്ഛാ, നമ്മൾ ഇവിടുന്ന് സർവീസ് റോഡിലേക്ക് കയറുകയാണ്. സർവീസ് റോഡിൽ കൂടെ പോയാലാണെന്ന് തോന്നുന്നു എത്തുന്നത് അല്ലേ? സർവീസ് റോഡ് കാണാൻ നല്ല ഭംഗിയാട്ടോ, ചുറ്റിന് കാണുമ്പോൾ രസമില്ല. ഇതാണ് സർവീസ് റോഡ്. അവിടെ നിന്ന് ലെഫ്റ്റ് ആണോ? ഇവിടുന്നും ലെഫ്റ്റ് തന്നെ ഉണ്ട്. ഇവിടുന്നും ഇത് എന്ത് റോഡാ? വീണ്ടും നമ്മൾ സർവീസ് റോഡിൽ തന്നെയാണ്. മേലിൽ കൂടെ പോണ മെട്രോ അല്ലേ? മെട്രോ അല്ലേ? ഇത് എലിവേറ്റഡ് ഹൈവേ, ഇത് മേളിൽ കൂടെ പോണത് മെട്രോ. നല്ല രസമുണ്ട്, ഒരു 3 ലെയറിൽ കാണാം. അമ്പലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് നോക്കിയ പാലം കണ്ടോ? നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ കുറച്ച് ഇരുട്ടായിരുന്നു. നമ്മളെന്നെ എങ്ങോട്ടാ പോകുന്നേ? ആലുവയിലുള്ള ചൊവ്വരയിലെ അമ്പലത്തിലേക്ക്. ഞാൻ മാക്സിമം കുലുങ്ങാതെ എടുക്കുന്നുണ്ട്. അയ്യോ, ചെറിയ 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 കാറിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുലുങ്ങില്ല. കുലുക്കമാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമ്മൾ ഒരു തവണ വന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ കയറി പോയിട്ടുണ്ടല്ലോ ആലുവ കടപ്പുറത്ത്. ഓ, ഇതിലെ വഴിയാണ് അല്ലേ? അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ പോന്നേ. വണ്ടി കയറി ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ആലുവ മണപ്പുറമാണ്. നമ്മളത് വേറൊരു ദിവസം പോയി ഷൂട്ട് ചെയ്ത് മാക്സിമം കാണിച്ചു തരാം. ഇതിന്റെ പേരെന്താണോ എന്തോ, തൽക്കാലം ഇതിന് ചേച്ചി ഇവിടെ കുഞ്ഞെന്ന് വിളിക്കും. പേരറിയാത്തതുകൊണ്ട്, പേരറിയുമ്പോൾ പറയും. കുട്ടി ചേച്ചി മേടിക്കണം എന്നുണ്ടെങ്കിൽ ആ പാലത്തിൽ കയറി മേടിക്കുക. വരുന്ന പാലത്തിൽ പോയി മേടിക്കുക. പിന്നെ നമ്മുടെ കൂടെ ഇങ്ങനെ ഒറ്റ പിടിച്ചെന്നിരിക്കും, ഒരു സമാധാനമില്ല.